നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ആഗസ്റ്റ് 21 നക്ഷത്രം അനിഴമായി അല്ലേ? അനിഴമായി. പൂക്കളൊക്കെ ഇട്ടു കേട്ടോ. രാവിലെ നേരത്തെ എഴുന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ എല്ലാ ദിവസത്തെ ചടങ്ങ് എന്ന് വെച്ചാൽ രാവിലെ എണീക്കുക, കുളിക്കുക, യോഗ ചെയ്യുക, ഭക്ഷണം ഉണ്ടാക്കുക. അതാ പൂക്കളൊക്കെ ഇട്ടു. ആ പൂക്കളിട്ടു. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത പരിപാടികളൊക്കെ വീട്ടിലത്തെ മറ്റു കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി ഞാനിപ്പോൾ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് പാചകമൊന്നും ചെയ്യാതെ രണ്ട് വർത്തമാനം പറയാം, എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് എന്തെങ്കിലും സംസാരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് സംസാരിക്കുന്ന ഒരു വിഷയം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് ചിലർക്കറിയാലോ, കൃതജ്ഞത, നന്ദി അല്ലേ? നന്ദി, നമുക്ക് ഒരുപാട് ആൾക്കാരോട് നന്ദി പറയാനുണ്ട് അല്ലേ? നന്ദി പറയാനുണ്ടെന്ന് വെച്ചാൽ എൻ്റെ ചുറ്റുമുള്ള എല്ലാവരോടും എനിക്ക് നന്ദി പറയാൻ തോന്നുന്നുണ്ട്. കാരണം അത്രയധികം ഓരോരുത്തരും എനിക്ക് വേണ്ടി സർവീസ് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. ഈ പ്രകൃതി തന്നെ നമുക്ക് കനിഞ്ഞു തന്നിട്ടുള്ള ഈശ്വരനോട് ആദ്യം നമുക്ക് നന്ദി പറയാം. കാരണം നമ്മളിവിടെ ഈ ഭൂമിയിൽ മനുഷ്യജന്മത്തിൽ ജനിച്ചു. അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു വിശേഷ ബുദ്ധിയുള്ള മനുഷ്യനെന്ന് പരസ്പരം സഹായിച്ച് ജീവിക്കുന്ന, സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു നല്ല ഫാമിലി എനിക്ക് കിട്ടി, നല്ല അച്ഛനമ്മമാരെ കിട്ടി, നല്ല സഹോദരങ്ങളെ കിട്ടി, നല്ല സുഹൃത്തുക്കളെ കിട്ടി, നല്ല ഭർത്താവിനെ കിട്ടി, നല്ല മക്കളെ കിട്ടി, പേരക്കുട്ടികളെ കിട്ടി, ബന്ധുക്കളെ കിട്ടി, സുഹൃത്തുക്കളെ കിട്ടി, കൂടെ കുറേ വിദ്യാർത്ഥികളെ കിട്ടി, എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ വിദ്യാർത്ഥികൾ. അപ്പോൾ എന്ത് വേണ്ട, ഒരുപാട് ഈ പ്രകൃതിയിലുള്ള എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടവരാണ്. അവരൊക്കെ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. നമുക്കറിയാം, ഓരോന്നും ഞാൻ എടുത്ത് പറയണ്ട. അച്ഛനമ്മമാർ എന്നെ അവരുടെ ഇഷ്ടത്തിന് ആണെങ്കിൽ പോലും പഠിപ്പിച്ച് എന്നെ നല്ലൊരു സ്ഥലത്ത് എന്നെ എത്തിച്ചു. എൻ്റെ വിദ്യാലയമാണെങ്കിൽ എനിക്ക് അവിടെ തന്നെ വർക്ക് ചെയ്യാൻ സാധിച്ചു, അവിടെ തന്നെ എൻ്റെ വർക്ക് അവസാനിപ്പിക്കാനും സാധിച്ചു വളരെ വിജയപ്രദമായിട്ട്. അവിടുത്തെ നാട്ടുകാരോട്, അവിടുത്തെ ആ വിദ്യാലയത്തോട്, അവിടുത്തെ സഹപ്രവർത്തകർ, അതുപോലെ വിദ്യാർത്ഥികൾ, എല്ലാവരോടും എനിക്ക് നല്ല ഇഷ്ടം. കാരണം അവരൊക്കെ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. അവരോടൊക്കെ ഞാൻ നന്ദി പറയുന്നു. ഇന്നൊരു പ്രത്യേക ദിവസമാണ് കേട്ടോ. 21 ആഗസ്റ്റ് 21. അതിന് പ്രത്യേകത 21 എന്ന് വെച്ചാൽ എൻ്റെ ബർത്ത് ഡേ ആണ്. ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം എൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ. രാവിലെ ഫോൺ എടുത്തപ്പോൾ തന്നെ അതിൽ കാണുന്നത് ഹാപ്പി ബർത്ത്ഡേ എന്ന് വെച്ചാൽ ഞാൻ ഫോൺ തുറന്ന ഉടനെ കാണുന്നത് ഹാപ്പി ബർത്ത്ഡേ നന്ദിനി എന്ന് പറഞ്ഞിട്ടാണ് എഴുതി വെച്ചിരിക്കണത്. അപ്പോൾ എന്നെ ഓർമ്മിപ്പിച്ച, എൻ്റെ ബർത്ത്ഡേ ഓർമ്മിപ്പിച്ച എൻ്റെ ഈ ഗൂഗിളിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയും, അല്ലെങ്കിൽ ഫോണിനോട് നന്ദി പറയുന്നു. അതുപോലെ ഇപ്പം എനിക്ക് ഇത്രയും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാനായിട്ട് എനിക്ക് യോഗയാണ് എന്നെ കൂടുതലായിട്ട് അതിനുവേണ്ടി സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ യോഗ എൻ്റെ 60 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ യോഗ സ്റ്റാർട്ട് ചെയ്തത് തന്നെ കേട്ടോ. അപ്പോൾ യോഗ എന്താണെന്നൊക്കെ എനിക്കറിയായിരുന്നു, പക്ഷെ ഞാൻ അത് പരിശീലിച്ചു തുടങ്ങിയത് അതിന് ശേഷമാണ്. ഞാനിപ്പോൾ ദിവസവും അത് പരിശീലിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ആരോഗ്യത്തിനും സന്തോഷത്തിനും ഒക്കെ കാരണം. അപ്പോൾ ഞാൻ യോഗാചാര്യനായിട്ടുള്ള പതഞ്ജലി മഹർഷിയുടെ യോഗശാസ്ത്രത്തെ നമ്മളിലേക്ക് എത്തിച്ചു തന്ന ഗുരുക്കന്മാരോടും, അതായത് ഇപ്പോൾ വിശിഷ്യ ശ്രീ രവിശങ്കർ ജിയോടും ഞാൻ പ്രത്യേകം കൃതജ്ഞത അറിയിക്കുകയാണ്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എൻ്റെ വിദ്യാലയത്തിൽ പഠിപ്പിക്കുമ്പോൾ തൊട്ട് പിന്നെ എൻ്റെ ജീവിതത്തിനോട് ബന്ധപ്പെട്ട് ഇപ്പം അങ്ങനെ കുറച്ച് പ്രായമൊക്കെ ആയല്ലോ. 71 ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ ആധ്യാത്മികമായിട്ടും കുറേ സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ പല ആൾക്കാരും ഇപ്പോൾ ഗുരുവായൂർ കഴിഞ്ഞ 2 മാസം മുമ്പ് ഗുരുവായൂർ ഞങ്ങളുടെ ഒരു സത്സംഗം ഉണ്ടായിരുന്നു. നല്ല ഒരു ചടങ്ങായിരുന്നു. കഴിഞ്ഞ ഈ മാസം 1 നല്ലൊരു സത്സംഗം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പങ്കെടുക്കാനായിട്ട്, അതിലൊക്കെ പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന ആനന്ദം ഉണ്ടല്ലോ, സന്തോഷം, അത് വളരെയധികം വിലപ്പെട്ടതാണ്. അതിനോടൊക്കെ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പം എൻ്റെ ഈ ഭൂമിയിൽ ജനിക്കാനും, മനുഷ്യനായിട്ട് ജനിക്കാനും, നല്ല ഒരു മകളായിട്ടും, നല്ല ഒരു ഭാര്യയായിട്ടും, നല്ല ഒരു സഹോദരിയായിട്ടും, നല്ല ഒരു അമ്മയായിട്ടും, അമ്മൂമ്മയായിട്ടും, ടീച്ചറായിട്ടും, സർവോപരി ഒരു മനുഷ്യരായിട്ടും എനിക്കിവിടെ ജീവിക്കാൻ സാധിച്ചതിൽ ജഗദീശ്വരനോട് നന്ദി പറയുന്നു.
എൻ്റെ മാതാപിതാക്കളോട് നന്ദി പറയുന്നു, ഗുരുക്കന്മാരോട് നന്ദി പറയുന്നു, സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ നന്ദി പറയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഗ്രാറ്റിറ്റ്യൂഡാണ്. ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലാണ് ഇതൊക്കെ പറയണത് അല്ലേ. അപ്പോൾ ഈ യൂട്യൂബിലാണെങ്കിൽ എനിക്ക് 1,00,000-ലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എന്നെ ഇവിടെ എത്തിച്ച അവരോടെല്ലാം നന്ദി പറയുന്നു. ദശലക്ഷക്കണക്കിന് എനിക്ക് വ്യൂവേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ സ്നേഹം എത്രമാത്രമാണെന്ന് എനിക്കറിയാം. ദിവസവും ഞാൻ വീഡിയോ ഇടുമ്പോഴേക്കും ഓടി വന്നിട്ട് അത് നോക്കി അതിന് പ്രത്യേകം കമൻ്റൊക്കെ അറിയിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പേരെടുത്ത് പറഞ്ഞാൽ അങ്ങോട്ട് കഴിയില്ല. ഇപ്പോൾ ഏറ്റവും ആദ്യം ഞാനൊരു വീഡിയോ ഇടുമ്പോഴേക്കും സുധാദേവി വന്ന് ടീച്ചറെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു ലൈക്കും ഒരു കമൻറ്റും തരും. പിന്നാലെ വനജ പ്രവീൺ വരും, ലക്ഷ്മി കുട്ടി നായർ വരും, രുക്മിണി മാരാർ വരും എന്ന് വേണ്ട എന്തുമാത്രം ശീലത. എല്ലാവരും പേര് പറഞ്ഞാൽ കുറേ പേര് എന്നോട് പിണങ്ങണ്ട കേട്ടോ. എല്ലാവരുടെ പേരും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ആ വീട് എവിടെയാണെന്ന് വരെ എനിക്കറിയാം. പക്ഷേ നിങ്ങളെയൊക്കെ ഒന്ന് കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. അതെന്നാ സാധിക്കാതെ എനിക്കറിയില്ല. എപ്പോഴെങ്കിലും സാധിക്കൂലേ. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ കാണാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ എന്താ പറയുക സ്നേഹം കൊണ്ടും അവരുടെയൊക്കെ ഒരു നോട്ടം കൊണ്ടുമാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് നിങ്ങളോട് പറയണത് കേട്ടോ. അപ്പോൾ അതിനൊക്കെ സഹായിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ബർത്ത്ഡേ ദിവസം എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. നന്ദി, നമസ്കാരം. എൻ്റെ കുഞ്ഞുമോളുടെ അതായത് ശ്രീനന്ദയുടെ ഒരു ഗാനം കേൾക്കൂ. സുഗന്ധിവിശിഖം ചക്രാബ്ജപാശാംകുശം ഹരിവേണുലതാം കരൈശ്ച പ്രധതം സിന്ദൂരപുഞ്ചാരുണം കന്ദർപാദികസുന്ദരം സ്മിതമുഖം ഗോപാംഗനാവേഷ്ടിതം ഗോപാനം സതതം ഭജാമി ഭരതം ത്രൈലോക്യരക്ഷാമണി സായങ്കാലേ വനാന്തേ കുസുമിതസമയേ സൈകതേ ചന്ദ്രികായാം ത്രൈലോക്യാദർശനാംഗം സുരനരഗണികാ മോഹനാപാംഗമൂർത്തിം സേവ്യം ശൃംഗാരഭാവേ നവരസപരിതേ കോപകന്യാ സഹസ്രേ വന്ദേ രാസകേളീരതമതിസുഭഗം പശ്യ ഗോപാലകൃഷ്ണം കദംബമൂലേ ക്രീഡന്തം വൃന്ദാവനനിവേശനം പദ്മാസനസ്ഥിതം വന്ദേ വേണുഗായന്തമച്യുതം പാലം നീലാംബുദാഭം നവമണിവിലസത്കിങ്ങിണീജാലബദ്ധ ശ്രോണീജത്കാന്തയുഗ്മം വിപുലരുരുനഖ പ്രോലസത്കണ്ഠഭൂഷം ഫുല്ലാംബോജാമവക്രം ഹതശകടകരം പൂതനാദ്യം പ്രസന്നം ഗോവിന്ദം വന്ദിതേന്ദ്രാദ്യമരവരമജം പൂജയേ ദ്വാസരാനോ വന്ദ്യം ദേവമുകുന്ദം വികസിത കുരുവിന്ദാപമിന്ദീവരാക്ഷം ഗോപീവൃത്തമീതം ചിതൈമുനിവഹം കുന്ദമന്ദാരഹാസം നീലഗ്രീവാഗ്രപിഞ്ചമം കലനസുവിലസൻ കുന്ദനം ഭാനുമന്തം ദേവം പീതാംബരാഢ്യം ജപജപദിനശോ മധ്യമാനേരമായൈ ചക്രാന്തധ്വസ്തഭൈരീ വ്രജമതിതമവാ സാവണീ ബാലമാന്യേ ആമീകം നാരദാവേ മുനിഭിരഭിനുദം തത്വനിർണീതിഹേതോഃ സായാഹ്നേ നിർമ്മലാംഗം നിരുപമരുചിരം ചിന്തയേ നീലഭാസം മന്ത്രി വിശ്വോദയസ്ഥിത്യപഹരണപരം മുക്തിദം വാസുദേവം
वासुदेवम् कोदण्डमैक्षमखण्डविशुद्धपौष्पं चक्राजपाशिश्रेणिकाञ्चनभक्षणालं विभ्रान्तमष्टविधबाहुविरर्कवर्णं ध्यायेद्धरिं मदनगोपविलासवेशम्। धन्यवादः।